ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തേങ്ങയൊന്നും അരയ്ക്കാതെ ഒരു ചെറുപയർ കറിയാണ് തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൂരി അതുപോലെ പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. എങ്കിൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. സ്റ്റവ് കത്തിച്ചൊരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു. ഇതിലോട്ട് നമ്മൾ 1 കപ്പ് ചെറുപയറാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ചെറുപയർ വറുത്തിട്ടാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത്. ഇത് നമുക്കൊരു 3-4 മിനിറ്റ് നേരം ഒന്ന് വറുത്തെടുക്കാം. ഇത് നോക്കിക്കേ, ചെറുപയറിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതുണ്ടല്ലോ നല്ലതായിട്ടൊന്ന് കഴുകിയെടുക്കണം. ചെറുപയർ നമ്മൾ നല്ലതായിട്ട് കഴുകിയെടുത്തു. ഇനി നമുക്കിതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 4 പച്ചമുളകും 4 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. വലിയ അല്ലി വെളുത്തുള്ളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർക്കാം. ഇനി നമുക്കിതിലോട്ട് വേകാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ചേർക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളിത് വേവിക്കുമ്പോൾ തിളച്ച് വെളിയിലോട്ട് പോകാതിരിക്കും. ഇനി നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ച് അതിൻ്റെ വെയിറ്റ് കൂടി ഇട്ട് കൊടുത്തിട്ട് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം. സ്റ്റവ് കത്തിച്ച് നമ്മൾ കുക്കർ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്തതിന് ശേഷം ഇതൊരു 5 വിസിലടുപ്പിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. പയർ നമ്മൾ വേവിച്ചെടുത്തു. ഇപ്പോൾ ഈ കുക്കറിലെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറക്കാം. ഇപ്പം നമ്മുടെ ഈ പയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതുണ്ടല്ലോ ഒന്ന് ഉടച്ചെടുക്കാം. ഞാൻ എന്താ ഇതുപോലൊരു ചിരട്ടത്തവി വെച്ചിട്ടാണ് ഉടച്ചെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഉടഞ്ഞു കിട്ടും. നമ്മളിത് നല്ലതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. വീണ്ടും സ്റ്റവ് കത്തിച്ച് നമ്മൾ പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു. ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ഇപ്പോൾ ശരിക്കൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ 1 ടീസ്പൂൺ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ജീരകം എല്ലാം നല്ലതായിട്ടൊന്ന് മൂത്തതിന് ശേഷം ഉണ്ടല്ലോ നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിലയും ഒരു 3 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചിയാണ്. 1 ടീസ്പൂൺ ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് 1/2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നീളത്തിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. ഉള്ളി ഇട്ട് കൊടുത്ത് നമ്മളൊരു 3-4 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുത്തു. ഇത്രയും മതി കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടാണ്. ഈ പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ആ പച്ച മണം മാറുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ നല്ലതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് തക്കാളിക്കാണ് കേട്ടോ. ഞാനൊരു മീഡിയം സൈസിലുള്ള തക്കാളിക്കാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ചെറുതായിട്ടതൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തക്കാളിക്ക ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളിക്കൊക്കെ നല്ലതായിട്ടൊന്ന് വേഗം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം തക്കാളിക്കൊക്കെ നല്ലതായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പയറിട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ കുക്കറിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോയെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം.
നോക്കിയപ്പോൾ കുറച്ച് കുറവായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണേ. എന്നിട്ട് ഇതുണ്ടല്ലോ ഒരു 3 മിനിറ്റ് നേരം നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മളിതൊരു 3 മിനിറ്റോളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചെറുപയറിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടി കുറുകി വരും കേട്ടോ. അപ്പോൾ ഇതാ നോക്കിക്കേ, നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കറിയാണ് ഇവിടെ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും ഒക്കെ കഴിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുതേ. വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.